അതല്ല പാന്റ് അടിച്ചിട്ട് കഴുത്തി കെട്ടാൻ. ഇത് കഴുത്തി കെട്ടാൻ എന്തിനാ പാന്റ് അടിക്കണേ? ഇങ്ങോട്ട് തന്നെ ഞാൻ കാണിച്ചത്. നീ കാണിക്കണ നിന്റെ പാന്റും പിടിക്കണേ. പെണ്ണുങ്ങള് ഞങ്ങൾ തമ്മിലൊന്നും ഇല്ലാട്ടോ. എന്താ നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ ഇതിന്റെ കൊള്ളാം. സോറി ചേച്ചി, എന്നെ ഇൻസൾട്ട് ചെയ്യരുത്. മേലെ ഞാൻ സ്ത്രീകളുടെ മുമ്പിൽ സിബിടില്ല. സോറി. കാണിച്ചു തരാടാ. ഇനി എന്ത് കാണാൻ എല്ലാരും കണ്ടില്ലേ? എന്താ തനിക്ക് പറ്റുമോ? പറ്റും സാർ, എന്നെ എന്ത് ജോലിക്കും പറ്റും. എന്ത് ജോലിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ശമ്പളം മാത്രം കിട്ടിയാ മതി. ഇനിയിപ്പോ ജോലി ഇല്ലെങ്കിൽ കൂടി കുഴപ്പമില്ല, ശമ്പളം കൃത്യമായിട്ട് തന്നാ മതി. ഇയാളെക്കാളും കറക്റ്റ് ഫിറ്റ് സച്ചേട്ടനാ. അതിനേക്കാളും കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഒരാളുണ്ട്. അതാരനെ? ഇവന്റെ അപ്പൻ. സച്ചേട്ടൻ സ്ഥിരാക്കി കൂടെ? നിന്റെ 16 അടിയന്തരം കരിഞ്ഞ ഋത്തിക് റോഷൻ പോയണ്ടോടാ? ആരാ വിളിക്കല്ലേ? ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിൽ നിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. ഇയാൾക്കപ്പ എന്നെ പേരൊന്ന് വിളിച്ചൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നിന്ന് വിളിച്ചു. നീ കേട്ടത് പന്നി പന്നീന്നല്ലേ? അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല, ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്. അഭിമാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു, കുറച്ചു നേരം മുമ്പാ വിറ്റത്. കൊറേ നേരമായി നിക്കണ്. കൊറേ നേരം ഓടണോ? എന്റെ വഴി ഇങ്ങടാ. ചേട്ടാ, ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോ. മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടെ. സ്റ്റിച്ച് പൊട്ടി അരിയാട്ടേണ്ടി വരും. എന്റെ പൊന്നു മോളല്ലേ, കാശ് കൊടുക്ക്. കാശ് കാശ്. അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഒരു ഇസ്രായേൽ വൃത്തികെട്ട വൃദ്ധനെ 5 അംഗ സംഘം കല്ലെറിഞ്ഞും വെടിവെച്ചും ശ്വാസം മുട്ടിച്ചും കൊന്നു. ആരാ മാർക്കോണി? നമ്മുടെ തെങ്ങേറ നടക്കാൻ മന്ദവേലപ്പനല്ലേ, അയാളുടെ മൂത്ത മോനൊരുത്തൻ കോണിയായിട്ട് നടക്കല്ലേ, അവനാണ് മാർക്കോണി. അവൻ ഈ കോണിയായിട്ട് നടക്കുമ്പോ ആൾക്കാർ ശല്യം സഹിക്കണം. മാറുകോണി മാറുകോണി. കുട്ടിക്കൊരു കുഴപ്പം, തൽക്കാലത്തെ പ്രശ്നങ്ങളൊക്കെ അമ്മ കേസ് ജയിച്ചാ തീരും. പിന്നെ കോടീശ്വരിയാ. കോടി നടന്ന് കാശ് കടം മേടിക്കാൻ പറ്റൂലെന്നൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവും. ഈ തലയിൽ കളിമണ്ണെങ്കിലും ഉണ്ടാവും ഞാൻ കരുതിയേ. അതും ഇല്ലേ? എന്താടാ പോണ്ടാട്ടാ, ആൽബോട്ടി ചേരുന്നോ? വെസ്കുമ്പോ ഞാൻ ഉരുട്ടി ചവച്ചു തരാം. അതിപ്പോ ഗോ ദിസ് വേ ദാറ്റ് വേ. ബസ് സ്റ്റോപ്പ് എറണാകുളം ബസ്. AC വേണ്ടേ? പിന്നെ എന്തൊക്കെയാ വേണ്ടത്? പോർച്ചിലിടാൻ ഒരു ഓപ്പലാഷ ക്യാറായാലോ? ഇങ്ങനെ നാണില്ലാത്ത ഒരമ്മ ബന്ധിച്ചു തന്നതാ ആര്യാദേവി. ഇതുപോലൊരു ചമ്മൽ എന്റെ ലൈഫിൽ ഉണ്ടാവാനില്ല. ഇടയ്ക്കൊക്കെ ചമ്മണം കൊണ്ട് കുഴപ്പമില്ല, അഹങ്കാരം കുറയൂന്നേ. എന്റെ കളവിടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു ചാക്കിനകത്തിട്ട് കെട്ടിക്കൊണ്ട് പോകാൻ തോന്നും. അവരെന്താടി തവള കൊടുത്തക്കാരോ നിന്നെ ചാക്കി കെട്ടിക്കൊണ്ടുപോവാൻ? നിനക്ക് സുഖമല്ലേ നീയാ? നടന്നു നീ വല്ലാണ്ട് മെലിഞ്ഞു. അങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞു, നീ വല്ലാണ്ട് പെര നിറഞ്ഞു. ഒന്നും കഴിക്കുന്നില്ലേ നീ? വാതിലിക്കൂടി പോലും കടക്കുന്നില്ലല്ലോ മോനെ. അല്ല മോളെ, അത് ലൈറ്റ് ഇട്ട് അടിക്കണ ഇരട്ടടി എന്ന് പറയാ. പതുക്കെ. ഗുഡ് നൈറ്റ്.